ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ, മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഐക്യത്തിന്റെ വാഹകരായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് മഹല്ല് ജമാഅത്തിൽ ഒരു മുജാഹിദ് ഉണ്ടായിക്കൊള്ളട്ടെ, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാകട്ടെ. കാരണം എന്താണ്, അവർക്കെന്തായാലും നമ്മൾ മഹാഭൂരിപക്ഷമുള്ള ഈ മഹല്ലിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ ഒരു അംഗമാക്കി കഴിഞ്ഞാൽ, അവനൊരു ജോയിന്റ് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് കണക്കെഴുതിപ്പിക്കാം, അവനെ കൊണ്ട് മിനിറ്റ്സ് എഴുതിപ്പിക്കാം, പണിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ അവന്റെ ആശയൊന്നും ഇവിടെ ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തൂക്കമൊപ്പിക്കുന്ന ഒരു ശൈലി പല മഹല്ലുകളിലും കടന്നു വരുന്നുണ്ട്. ഈ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് ഭാരവാഹിത്വത്തിൽ കടന്നുകൂടുന്നയാള് 2 വർഷം കഴിയുന്ന സമയത്ത് അവിടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തുന്ന സമയത്ത് ആ വ്യക്തി അഭിപ്രായം പ്രകടിപ്പിക്കും, എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ റോട്ടിലൂടെ ജാഥ നടത്തുന്നത്? ഇവരെല്ലാവരെയും മദ്രസയിൽ കൂട്ടിയിരുത്തിട്ട് മനോഹരമായിട്ട് മൗലീദ് പാരായണം നടത്തി ചീരണി കൊടുത്ത് വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവൻ മുജാഹിദാണെങ്കിലും അവൻ ഘോഷയാത്രയാണ് എതിർത്തത്. മൗലീദ് നടത്താനും ചീരണി കൊടുക്കാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് നമുക്കെതിരല്ല, അതുകൊണ്ട് തൽക്കാലം ഘോഷയാത്ര വേണ്ട, നമുക്ക് മൗലീദ് പാരായണം നടത്താം, നമുക്ക് ചീരണി കൊടുക്കാം എന്ന് പറയുന്നു. പിറ്റേ ദിവസം പിറ്റേ വർഷമാകുമ്പോഴേക്ക് അവർ പറയുന്നുണ്ട്, ഏതായാലും വൈകുന്നേരം മൗലിദ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെല്ലാം പ്രവാചക പ്രകീർത്തനങ്ങളല്ലേ പറയുന്നത്, പിന്നെ രാവിലെ വീണ്ടും കുട്ടികളെ മദ്രസയിലേക്ക് വിളിച്ചിട്ട് അവിടെ വേറെ മൗലിദിന്റെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോ, ശരിയാണ്, വാര്യം പറഞ്ഞ് ശരിയാണ്, 100 കുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ രാത്രി പാതിരാവോളം വിളിച്ചു പറയുന്നത്, പിന്നെ ആ കുട്ടികളെ രാവിലെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണോ? ഇയാള് മദ്ഹ് പറയുന്നതിനെതിരല്ല, തൽക്കാലം രാവിലെ അത് മാറ്റിവെക്കാം. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സാഹചര്യങ്ങൾ പല മഹല്ലുകളിലും മദ്രസകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു താല്പര്യങ്ങൾക്കും വകവെക്കാതെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല്ല് സംവിധാനങ്ങൾ, മദ്രസ സംവിധാനങ്ങൾ